താരാട്ടഴക്ക് സീസൺ 5 എ പ്രഗ്നൻസി ഫാഷൻ ഷോ. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടോ. ദിസ് ഈസ് മൈ ട്വിൻ പ്രഗ്നൻസി ഓഫ് 8 months. സെലക്ഷൻ കിട്ടിയ ഉടനെ ഞാൻ ദുർഗയെ വിളിച്ച് എന്നെ സുന്ദരിയാക്കി തരണേന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് പാലിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾ എന്നെ ഒരുക്കി തന്നു. എനിക്ക് ഒരുങ്ങിയ പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. സ്കാൻ ചെയ്തെല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി ഡോക്ടറിൻ്റെ പെർമിഷനോടെയാണ് പോകുന്നതെങ്കിലും റോഡ് യാത്രയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ഇല്ലാതില്ല. കൊച്ചിയിൽ വെച്ചാണ് പ്രോഗ്രാം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്ന് എന്നെ കൊണ്ടുപോകുന്നത് ബ്രദർ അനുവും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യയുമാണ്. ആദ്യം തന്നെ ഓൾറെഡി പരിചയമുള്ള ശില്പയെ കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെ ഞങ്ങൾ നേരെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ശേഷം അവർ നമ്മുടെ ഓക്സിജനും BP-യും ഒക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഫിറ്റാണെന്ന് അവർ ഉറപ്പ് വരുത്തി. പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് നേരെ അകത്തേക്ക്. ആ സ്റ്റേജ് കണ്ടപ്പോൾ എൻ്റെ സന്തോഷമായിരുന്നു അത്. ഇന്ററിൻ്റെ ടീമൊക്കെ എപ്പോഴത്തെയും പോലെ വളരെ കെയറിങ് ആയിരുന്നു. എപ്പോഴും ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഒറ്റക്കാക്കുകയില്ല. അങ്ങനെ ഫൈനൽ മിനുക്ക് പണിയും കഴിഞ്ഞ് ട്രയൽസിനായി നേരെ സ്റ്റേജിലേക്ക്. കൊറിയോഗ്രാഫർ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. പക്ഷേ ഇൻഡിവിജ്വലി നടന്നു നോക്കാനായിട്ട് മറ്റുള്ളവരെ പോലെ ടൈം കിട്ടിയില്ല. ഇവരായിരുന്നു ഞങ്ങളുടെ ജഡ്ജിങ് പാനൽ. അങ്ങനെ പ്രോഗ്രാം തുടങ്ങി. ഞാൻ എനിക്കറിയാവുന്ന പോലെയൊക്കെ പെർഫോം ചെയ്തു. എല്ലാവരും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കോമഡി എന്താണെന്നോ, പെർഫോമൻസിന് ശേഷം ഒരു 10-15 മിനിറ്റത്തോളം എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റ് എന്നെ വിട്ടു പോകുന്നില്ലായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരൊക്കെ എനിക്ക് അവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് കേട്ടോ. ഇത് പിന്നെ യൂട്യൂബ് ലൈവ് ടീം. ഇത് എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ. അടുത്ത റൗണ്ടിലേക്ക് സെലക്ഷൻ കിട്ടാത്തതിൻ്റെ സന്തോഷമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. 78 പേരിൽ നിന്നും 10 പേരെയായിരുന്നു സെലക്ട് ചെയ്തത്. എങ്ങനെ ഉൾപ്പെടാനാ? എല്ലാവരും നല്ല പെർഫോമൻസ് ആയ കോമ്പറ്റീഷൻ ടൈറ്റ് ആവില്ലേ. പിന്നെ നേരെ പോയി ഗിഫ്റ്റ്സ് ഒക്കെ കളക്ട് ചെയ്തു. എന്തൊക്കെ കിട്ടിയെന്ന് മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. നേരെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പ്രോഗ്രാംസ് കാണാനിരുന്നു. ഈ പെർഫോം ചെയ്യുന്നത് ഡോക്ടേഴ്സാണ്. ഓവറോൾ പ്രോഗ്രാമിൻ്റെ ഫെസിലിറ്റീസും കോർഡിനേഷനും ഒക്കെ സൂപ്പറായിരുന്നു. എസ്പെഷ്യലി ഡൈനിങ്. ഫൈനലി നമ്മുടെ വിന്നർ ആരാണെന്ന് അറിയണ്ടേ?